ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ നമുക്ക് ഈ ഒരു ദിവസം നല്ലതുപോലെ ജീവിക്കാനൊക്കെ പറ്റി. നമ്മുടെ ഈശോയെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. പലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ, നമ്മൾ ചെയ്യുന്നതെല്ലാം തീർച്ചയായിട്ടും പലപ്പോഴും നല്ല എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒത്തിരി അനുഗ്രഹമായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ. ഇപ്പം നമ്മുടെ കൃഷി, നമ്മുടെ ബിസിനസ്, നമ്മുടെ പഠനം, നമ്മുടെ മിനിസ്ട്രീസ്, ഈശോ നമ്മളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, സമൂഹം നമ്മുടെ മേലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഏറ്റവും അനുഗ്രഹമായിട്ട് ചെയ്യണമെന്ന് അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമല്ലേ, അല്ലേ? ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ സഹായമാണ് ഈശോ. നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സഹായം. നിങ്ങൾ തീർച്ചയായിട്ടും ഞാനിതിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരിക്കലും നിങ്ങൾ മറന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാവുന്ന ഒരു വചനമായിരിക്കും. 1 ദിനവൃത്താന്തം 4 അതിൻ്റെ 10-ാമത്തെ വാക്യം. വളരെ ഫേമസ് ആയ ഒരു പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് യാബേസ്. യാബേസിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ്, കർത്താവെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഒരു കാലത്ത് നിന്നിരുന്നത്. എന്ന് വെച്ചാൽ ഒരു സമൃദ്ധിയുടെ സുവിശേഷം, ഒരു പ്രോസ്പെറിറ്റി ഗോസ്പലൊക്കെയാണ് ഇത് പ്രൊക്ലെയിം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലൊക്കെ, ഒരു ചോദ്യചിഹ്നമായിട്ടൊക്കെ നിന്നിരുന്നു ഈ ഒരു പ്രാർത്ഥന. നമുക്കിത് പക്ഷേ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഒരു സാമ്പത്തികമായ ഭൗതികമായ ഒരു അനുഗ്രഹത്തിന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ അതിരുകൾ വിസ്തൃതമാകാൻ വേണ്ടി അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണിത്. 1 ദിനവൃത്താന്തം 4:10, ഫസ്റ്റ് ക്രോണിക്കിൾസ് 4:10. കർത്താവെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾക്ക് അറിയാം. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു വചനം, അത് ഇന്ന് പറഞ്ഞു തരികയല്ല, നിങ്ങളത് കണ്ടുപിടിച്ചൊന്ന് വായിക്കുമ്പോൾ ഒരു എഫേർട്ട് എടുത്ത്, കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് അതൊന്ന് കണ്ടുപിടിച്ച് വായിക്കുന്ന നല്ലതാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വചനമില്ലേ, യാബേസിൻ്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഒരു സിമിലർ ടോണുള്ള ഒരു ബ്ലെസ്സിങ് പ്രെയർ ആണ് മിക്ക 7:11. അതൊന്ന് കണ്ടുപിടിക്കണേ. ആ വചനം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് അതൊരു കുഞ്ഞ് ടാസ്ക്, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ടാസ്ക് ആയിട്ട് അതൊന്ന് വായിക്കണം, അടയാളപ്പെടുത്തണം, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ടത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും, നാളെ നിങ്ങൾ ഓഫീസിലേക്ക് പോകണം, നാളെ കോളേജിലേക്ക് പോകണം, നാളെ എന്തോ ആവട്ടെ, ഈശോ നിങ്ങളെ ഏൽപ്പിച്ച ഏത് കാര്യവും നാളെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് യാബേസിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. ഒപ്പം തന്നെ ഈ മിക്ക 7:11 അതൊന്ന് വായിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം. നാളെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ആ വചനം ചൊല്ലിക്കൊണ്ട് ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുക. കർത്താവ് ഇത് അനുഗ്രഹമാക്കി മാറ്റും. ശാന്തമായിട്ട് കിടന്നുറങ്ങണം. ഈശോയുടെ വലിയ സ്നേഹം നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാലാഖമാർ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.